നമസ്കാരം. 2026-ലെ തിരഞ്ഞെടുപ്പിനു ശേഷം കേരളത്തിൽ അധികാരത്തിലേറിയ 24ാമത് മന്ത്രിസഭയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് ഭരിക്കുന്നത്? ഈ പുതിയ സർക്കാരിന്റെ അധികാര വിഭജനം എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് വേഗമൊന്ന് നോക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിലുണ്ടായ ഈ മാറ്റം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ നമ്പറിലേക്കൊന്ന് നോക്കൂ. 140-ൽ 102 സീറ്റുകൾ. അതായത് UDF സ്വന്തമാക്കിയത് 73% വരുന്ന ഒരു വമ്പൻ ഭൂരിപക്ഷമാണ്. ശരിക്കും ഒരു തരംഗം തന്നെയായിരുന്നു അത്. ഈ വിജയം എത്രത്തോളം വലുതാണെന്ന് ദ ഹിന്ദു ദിനപത്രം അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്റെ ഈ 2/3 ഭൂരിപക്ഷം ഒരു ചരിത്ര വിജയം തന്നെയാണ്. മുൻ സർക്കാരിനെ താഴെയിറക്കി തികച്ചും പുതിയൊരു ഭരണ സംവിധാനത്തിനാണ് ഈ ജനവിധി വഴിയൊരുക്കിയത്. അപ്പോൾ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്? ഈ ചരിത്രവിജയം, പുതിയ മുഖ്യമന്ത്രി, 21-അംഗ മന്ത്രിസഭ, മുന്നണിയിലെ അധികാരവിഭജനം, പിന്നെ മന്ത്രിമാരുടെ പ്രാദേശിക പ്രാതിനിധ്യം. ഇത്രയുമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഒന്നാമതായി, ഈ ഒരു ചരിത്രപരമായ അധികാര കൈമാറ്റം നടന്നത് എപ്പോഴാണെന്ന് നോക്കാം. 2026 മെയ് 18. അന്നാണ് പുതിയ 21-അംഗ മന്ത്രിസഭ ഔദ്യോഗികമായി അധികാരമേറ്റത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അങ്ങനെ അടുത്ത 5 വർഷത്തേക്കുള്ള സർക്കാരിന് അവിടെ ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഈ സർക്കാരിന്റെ ക്യാപ്റ്റൻ ആരാണ്? അതെ, മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്നുള്ള MLA ആയ VD സതീശനാണ് സർക്കാരിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ദ ഹിന്ദു പത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് തന്നെ ഒരു നെഹ്റുവിൻ റിവൈവലിസ്റ്റ് എന്നാണ്. അതായത് നെഹ്റുവിൻ ആശയങ്ങളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാൾ. ഇവിടെ ഒരു രസകരമായ വസ്തുതയുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന 13ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ഇത് സംസ്ഥാനത്തെ 24ാമത്തെ മന്ത്രിസഭയുമാണ്. വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ അദ്ദേഹം തന്റെ കൈകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പൊതുഭരണം, ധനകാര്യം, നിയമം, പിന്നെ IAS, IPS തുടങ്ങിയ അഖിലേന്ത്യാ സർവീസുകളുടെ നിയന്ത്രണം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. മൂന്നാമതായി, ഈ 21-അംഗം മന്ത്രിസഭയിലെ മറ്റുള്ളവരെക്കുറിച്ച് നോക്കാം. മുഖ്യമന്ത്രിയെ കൂടാതെ വേറെ ആരൊക്കെയാണ് പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്? ഭരണത്തിലെ മറ്റ് പ്രധാനികൾ ഇവരാണ്. ആഭ്യന്തരം, വിജിലൻസ് എന്നീ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. ആരോഗ്യവകുപ്പിന്റെ ചുമതല K മുരളീധരനും, വ്യവസായം, IT എന്നീ വകുപ്പുകൾ മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിക്കും ലഭിച്ചിരിക്കുന്നു. തൊഴിൽ, വനിതാക്ഷേമ വകുപ്പുകളാകട്ടെ ബിന്ദുകൃഷ്ണയുടെ ചുമതലയിലാണ്. ഇതുകൂടാതെ നിയമസഭ നിയന്ത്രിക്കുന്നതാരാണെന്ന് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. മുതിർന്ന കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായും കേരള കോൺഗ്രസിലെ അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പായും നിയമസഭയുടെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ടു കൊണ്ടുപോകുന്നു. നാലാമത്തെ കാര്യം, ഈ അധികാര വിഭജനം എങ്ങനെയാണ്? UDF എന്ന മുന്നണിയിലെ വിവിധ പാർട്ടികൾക്കിടയിൽ പവർ എങ്ങനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. 12 മന്ത്രിമാരുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസാണ് ഇതിലേറ്റവും വലിയ പങ്ക് വഹിക്കുന്നത്. അതായത് മന്ത്രിസഭയുടെ 57.1%. അവരുടെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 23.8% പ്രാതിനിധ്യമുണ്ട്. അതായത് അവർക്ക് 5 മന്ത്രിമാരുണ്ട്. അപ്പോൾ കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ ബാക്കി 4 മന്ത്രിസ്ഥാനങ്ങളാണുള്ളത്. മുന്നണിയിലെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഈ 4 സ്ഥാനങ്ങൾ CMP, കേരള കോൺഗ്രസ് ജേക്കബ്, RSP, കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് തുല്യമായി നൽകിയിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോ മന്ത്രിമാർ വീതം. ഇനി നമ്മൾ 5ാമത്തെയും അവസാനത്തെയും കാര്യത്തിലേക്ക് വരികയാണ്. മന്ത്രിമാരുടെ ഭൂമിശാസ്ത്രപരമായ പ്രാതിനിധ്യം. ഏതു ജില്ലകളിൽ നിന്നാണ് കൂടുതൽ മന്ത്രിമാരുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അധികാരത്തിന്റെ വലിയൊരു ഭാഗം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എറണാകുളവും മലപ്പുറവുമാണ് മന്ത്രിമാരുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിൽ. 2 ജില്ലകൾക്കും 19% വീതം പ്രാതിനിധ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 2 ജില്ലകളിൽ നിന്ന് മാത്രം 8 മന്ത്രിമാരുണ്ട്. അതായത് UDFന്റെ മെയിൻ പവർ സെന്ററുകൾ ഇവിടങ്ങളിലാണ്. മുഖ്യമന്ത്രി അടക്കം 4 പേർ എറണാകുളത്ത് നിന്നുണ്ട്. ഫിഷറീസ്, ഭക്ഷ്യം തുടങ്ങിയ പ്രധാന വകുപ്പുകളും അവിടെ തന്നെ. മറുവശത്ത് വ്യവസായം, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന 4 ലീഗ് മന്ത്രിമാർ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. പക്ഷേ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സംസ്ഥാനത്തെ 4 ജില്ലകൾക്ക് മന്ത്രിസഭയിൽ യാതൊരു പ്രാതിനിധ്യവുമില്ല എന്നതാണ്.
കോഴിക്കോട്, കാസർഗോഡ്, പത്തനംതിട്ട, ഇടുക്കി ഈ ജില്ലകളിൽ നിന്ന് നിലവിലൊരു മന്ത്രി പോലുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ UDF വമ്പൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. വ്യക്തമായ ഘടനയുള്ള, എന്നാൽ ചില പ്രത്യേക ജില്ലകളിൽ മാത്രം പവർ കൂടുതലായി കേന്ദ്രീകരിച്ച ഒരു മന്ത്രിസഭയാണിത്. 73% ഭൂരിപക്ഷമുള്ള ഈ 24ാമത് മന്ത്രിസഭ അടുത്ത 5 വർഷം കേരളത്തെ എങ്ങനെയായിരിക്കും നയിക്കുക? ഈയൊരു അധികാര വിഭജനം കേരളത്തിന്റെ വികസനത്തെ എങ്ങനെ സ്വാധീനിക്കും? ഇതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?